It's yummy, it's healthy. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ബർഗറാണ്. അതൊരു കേരള സ്റ്റൈലില്. ബർഗർ എപ്പോഴും ഒരു ഫാസ്റ്റ് ഫുഡാണ്, അൺഹെൽത്തി ആണെന്നും പറഞ്ഞ് നമ്മൾ അതിനെ വളരെ മോശമായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ലവേഴ്സിനും മീറ്റ് ലവേഴ്സിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പർ ഡൂപ്പർ, നല്ല കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. 2 ഗാർലിക്, 1 ഒനിയൻ മതി, അല്ലെങ്കിൽ അവ നമ്മളെ കരയിക്കും. അറിയാണ്ട് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഓയിലാണ്. കനല ഓയിലിന് പകരം നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഏതാണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് ഉപയോഗിക്കാം. എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗാർലിക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക്, ഗ്രീൻ ചില്ലീസ്, അത് രണ്ടും ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം എപ്പോഴും നമ്മുടെ എണ്ണയ്ക്കകത്ത് ഡയറക്റ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, ചുമന്നുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഗ്രീൻ ബീൻസ്, അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം 10 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്തു. കാബേജ് ഇടാം. വെയ്റ്റ് ലൂസേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മീലാണ് കാബേജ്. ഡെയിലി കാബേജ് കഴിക്കുന്നത് നമ്മുടെ ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യും. ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കാബേജ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗാർലിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, മിക്സ് ചെയ്തതിലേക്ക് 1 കപ്പ് പാർബോയിൽഡ് റൈസ്, നമ്മുടെ നാടൻ പാലക്കാടൻ മട്ട റൈസ്, റൈസ് ഐറ്റംസിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കാം. നമ്മൾ 4 പൊട്ടറ്റോസാണ് സ്മാഷ് ചെയ്ത് വെച്ചിരുന്നത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു മീലാണ് ഈ പൊട്ടറ്റോസ്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാർബോയിൽഡ് റൈസാണ്. പാർബോയിൽഡ് റൈസിന് പകരം ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പാർബോയിൽഡ് റൈസാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റൈസ്. അല്ലെങ്കിൽ ബ്രൗൺ റൈസ് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കൊറിയാണ്ടറാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ് നമുക്ക് വരുന്നത്. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വളരെ നമുക്കിത് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഇനി നമുക്കൊന്ന് പാറ്റീസ് ആയിട്ട് എടുക്കാം. ഷേപ്പിലാണ് എടുക്കേണ്ടത്. ഒരുപാട് കനത്തിൽ എടുക്കാൻ പാടില്ല, കാരണം അത് ഓൾറെഡി വെന്തതാണ്. എങ്കിലും നമ്മളിതിൻ്റെ സൈസ് എപ്പോഴും തീരുമാനിക്കേണ്ടത് ബർഗറിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബണ്ണിൻ്റെ അതേ സൈസിൽ തന്നെയാണ് എടുക്കേണ്ടത്. കാരണം അപ്പോൾ ഏകദേശം സെയിം സൈസായി കിട്ടിയിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത് ഉണ്ടാക്കാം.
ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബട്ടർ പേപ്പർ ഉണ്ടാക്കുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പാറ്റീസ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഫ്രൈ പാനിൽ തന്നെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടേണ്ടവർക്ക് മാത്രം ബട്ടർ ഇട്ടാൽ മതി. അതല്ല ബട്ടർ താല്പര്യമില്ല, നമുക്ക് വെജിറ്റബിൾ ഓയിലിൽ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ കനല ഓയിലോ. ബർഗർ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള സോസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് പെരി പെരി സോസാണ്, ടൊമാറ്റോ സോസാണ്. ആർക്കാണ് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നമുക്കത് തന്നെ ഉപയോഗിക്കുന്നതാണ്. നോർമൽ മയോണൈസാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഉള്ളി വെക്കാവുന്നതാണ്. ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. താല്പര്യമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലെറ്റസ് വെച്ച് അസംബിൾ ചെയ്യാം. അതിലേക്ക് നമ്മൾ ടോപ്പ് ചെയ്യുക. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അല്ലേ? അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. This is super delicious. This is yummy, delicious. I like the potato because it tastes like potato. Well, I like the potatoes and how it gives an extraordinary flavor. It's yummy, it's healthy. Potato patty goes well together. The lettuce gives it an extra crunch. This is yummy and it's very healthy for you.